ഹായ് മക്കളെ, ഇന്നൊരു സങ്കടം പറയാനുണ്ട്. അതായത് ഇന്നത്തെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം സാധാരണ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് വരാറുള്ള അതേ ടൈപ്പാണ് വരാറെന്ന് ഞാൻ കരുതാറ്. പക്ഷേ ഇത്തവണ ഇന്നലത്തെ ലൈവിലും അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിലേക്കുള്ള അതേ ചോദ്യങ്ങൾ ആസ് ഇറ്റ് ഈസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം പരീക്ഷ കഴിഞ്ഞ് 1-2 കുട്ടികളൊക്കെ വിളിച്ചു, സാറേ ഭയങ്കര എളുപ്പമായിരുന്നു സാർ, ഒന്ന് വിളിക്കണം എന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ചപ്പം നല്ല സന്തോഷം തോന്നി. പക്ഷേ അതിന് കുറച്ച് നേരം ആയുസുണ്ടായിരുന്നുള്ളൂ. നമ്മൾ പോൾ ഇട്ടു, ഏകദേശം 20,000-ഓളം കുട്ടികൾ എന്താ പറയുക ആൻസർ ചെയ്ത പോളിൽ ആകെ 18% വളരെ എളുപ്പം എന്ന് പറഞ്ഞിട്ടുള്ളൂ. 60% മുകളിൽ ആൾക്കാർ ജസ്റ്റ് ഓക്കെ എന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ ലാസ്റ്റ് പരീക്ഷ ഒക്കെ ആയിട്ട് എന്താ പറയുക ഒരു ആത്മനിർവൃതിയിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഐ ഫെൽറ്റ് ലോ. പക്ഷെ എന്താ നിങ്ങൾക്ക് സംഭവിച്ചെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ പരീക്ഷയിൽ 60-ൽ 55 മാർക്കിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി പരീക്ഷയല്ല. അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് എന്താ പറ്റിയെന്നുള്ളത്. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് വേണമെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ തരാം, 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ മാത്സിന്. പക്ഷേ ബയോ സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം 7 ദിവസം വളരെ ധാരാളമായിരുന്നു നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ. നിങ്ങൾ അത് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്താ നിങ്ങളുടെ റീസൺ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. കാരണം എന്താ വെച്ചാൽ ഇതൊരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. ആ മൈൻഡ് സെറ്റ് മാറിയേ പറ്റുള്ളൂ. നിങ്ങൾ ആ പ്രശ്നം വളരെ എന്താ പറയുക തുറന്ന് നിങ്ങൾ എഴുതുന്നതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സ് അടുത്ത കെമിസ്ട്രിക്ക് അത് ആവർത്തിക്കാതിരിക്കാനുള്ള സൊല്യൂഷൻ നിങ്ങളോട് പറഞ്ഞുതരും. അതും വളരെ വളരെ നിർബന്ധമാണ് മക്കളെ. നിങ്ങൾ ഇതിനേക്കാൾ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്കാണ് +2 കഴിഞ്ഞിട്ട് പുറത്തെത്താൻ പോകുന്നത്. ഈ മാർച്ച് 23 വരെയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ലോകത്തേക്കുള്ള തയ്യാറെടുപ്പായിട്ട് നിങ്ങൾ കാണണം. സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം അടുത്ത കെമിസ്ട്രി എക്സാമിന് ഒരാഴ്ച നിങ്ങൾക്ക് സമയമുണ്ട്. 10 ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഇതുവരെ കെമിസ്ട്രി ഒന്നും പഠിക്കാത്ത കുട്ടിക്കും ഫുൾ മാർക്കിലേക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ പറ്റും. ആ ഒരു പ്ലാനിങ് എന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യണം. എന്താണ് മാത്സിന് സംഭവിച്ചത് എന്നെന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന് ചെയ്യൂലേ? ആൻഡ് അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട 10 ചാപ്റ്റേഴ്സ് ഒരാഴ്ച സമയം ഒന്നും പഠിക്കാത്തവർക്ക് കിട്ടും. ഞങ്ങൾ പറയുന്നത് പോലെ പഠിച്ചാൽ നിങ്ങളെ ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ ഒഴിവാക്കുന്നുള്ളതും എന്ത് ചെയ്യണം, എനിക്ക് സത്യം ചെയ്ത് തരണം. അത് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കി ഈ നീലക്കാ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു പാഠം നമ്മൾ പഠിപ്പിക്കും. സൊല്യൂഷൻ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഈ YH എന്ന് പറഞ്ഞാൽ യാസീൻ സാറാണ്, MS എന്ന് പറഞ്ഞാൽ മുഹസിൻ സാറാണ് കേട്ടോ. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നാളെ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയും അതേപോലെ തന്നെ നാളെ രാത്രി മാത്രം 2 പാഠം കെമിക്കൽ കൈനറ്റിക്സ് DNF. എനിക്ക് തോന്നുന്നത് വളരെ ചെറിയ ചാപ്റ്റർ എന്നാണ്. ഓക്കെ, അതായത് എന്താ ഇവിടെ മാറ്റം വന്നു വെച്ചാൽ സാധാരണ രാത്രികളിൽ മാത്രം നൽകുന്ന നമ്മളെ ലൈവ് രാത്രി 2 ചാപ്റ്റേഴ്സ് തരുമ്പോൾ നിങ്ങൾക്ക് ഹെക്റ്റിക് ആവുമെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, രാവിലെ 9 മണിക്കും രാത്രി 7 മണിക്കുമായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് വീതം തരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 9 മണി മുതൽ 11 മണി വരെ ഇതേപോലെ ബോർഡിൽ ടാബിലല്ല നമ്മളെ യാസീൻ സാറും മുഹസിൻ സാറും കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയൊക്കെ വേണ്ട ഒക്കെ എന്ത് ചെയ്ത് തരും, അവർ പറഞ്ഞുതരും. ചെറുതായ രീതിയിൽ ക്ലാസ് റിവൈസ് ചെയ്ത് തരും. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തുകൊണ്ട് പറയും. 9 മണിയുടെ ക്ലാസ് 11 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതൊന്നും കൂടെ പഠിക്കാനുള്ള സമയമുണ്ട്. പഠിക്കണം. രാത്രി 7 മണിക്ക് വീണ്ടും വരിക, അത് 9 മണിക്ക് കഴിയും. ആ പാഠവും പഠിച്ചിട്ട് മാത്രം, ലൈവും കഴിഞ്ഞിട്ടല്ല, പഠിച്ചിട്ട് മാത്രം കിടന്നുറങ്ങുക. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8-ാം തീയതി ഇലക്ട്രോ കെമിസ്ട്രിയും കെമിക്കൽ കൈനറ്റിക്സും DNF-ഉമാണ്. മുഹസിൻ സാർ വരും. 9-ാം തീയതി രാവിലെ കോർഡിനേഷൻ കോമ്പൗണ്ടുമായിട്ട് മുഹസിൻ സാറ്, അതേപോലെ തന്നെ ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസുമായിട്ട് വീണ്ടും ആൽക്കഹോൾസും മുഹസിൻ സാർ തന്നെ എടുക്കും. 9-ാം തീയതി 2 ചാപ്റ്റേഴ്സ്, 10-ാം തീയതിയും അതേപോലെ തന്നെ 11-ാം തീയതിയും അതേപോലെ തന്നെ. അങ്ങനെ എന്താണ്, പരീക്ഷയ്ക്ക് 2 ദിവസം മുന്നേ നമ്മൾ എന്ത് ചെയ്യും, പാഠങ്ങൾ തീർക്കും. 12-ാം തീയതി രാവിലെ 9 മണി മുതൽ എന്താണ്, ഫുൾ ചാപ്റ്റർ മാരത്തോൺ നമ്മൾ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് വെച്ചുകൊണ്ട് ഈ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. 9 മണി മുതൽ ഈ പഠിച്ച ചാപ്റ്റർ ഒന്നും കൂടെ റിവൈസ് ചെയ്യും. നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് രസം ഉണ്ടാവും. ആൻഡ് അതേപോലെ തന്നെ 13-ാം തീയതി അതേ പരീക്ഷയുടെ തലേന്ന് നിങ്ങൾ പകൽ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വന്തമായി പഠിക്കണം. പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യണം, ഓർത്ത് നോക്കണം, ആക്റ്റീവ് റീകോൾ ചെയ്യണം. രാത്രി 7 മണിക്ക് വരിക. പിറ്റേന്നത്തെ ചോദ്യപേപ്പറിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് സാറ് പറഞ്ഞുതരും. ആൻഡ് അന്ന് രാവിലെ പരീക്ഷയുടെ അന്ന് 14-ാം തീയതി രാവിലെ നമ്മളെ റോക്കറ്റ് റിവിഷനിൽ ഒന്നും കൂടെ നമുക്ക് ഓടിച്ചു പോയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. കൃത്യമായ പ്ലാനാണ്, പെർഫെക്റ്റ് പ്ലാനാണ്. രാവിലെ ഒരു ചാപ്റ്റർ, രാത്രി ഒരു ചാപ്റ്റർ.
ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. ആൻഡ് നീറ്റും ജെയും നോക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ സമയത്ത് ആ ഉച്ച സമയത്തൊക്കെ നിങ്ങൾക്ക് കുറച്ച് പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ നീറ്റ് ആൻഡ് ജെയ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എത്ര പാഠം നിങ്ങൾ നന്നായി പഠിക്കുന്നു അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. അതും കൂടെ എന്ത് ചെയ്യണം, ഞാൻ ജസ്റ്റ് പറയാണ്. ആൻഡ് രാത്രി 7 മണിയുടെ ലൈവിൻ്റെ ലിങ്ക് ഇത് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ മീ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് നീല കളറുള്ള കാര്യം എന്നോട് പറയാൻ മറന്നു വരുന്നു. നീല കളറിലുള്ള കാര്യം എന്താണ്, നിങ്ങൾക്ക് ഓരോ ദിവസവും നാളെ മുതൽ 8-ാം തീയതി മുതൽ എന്താണ് ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസ് വരും. രാവിലെ 6 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഓരോ ചാപ്റ്ററിൻ്റെയും ഷുവർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് 8-ാം തീയതി മുതൽ 11-ാം തീയതി വരെ ഷുവർ ക്വസ്റ്റ്യനും എന്താക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതോടുകൂടി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സാധനങ്ങൾ മൊത്തം പഠിക്കാൻ പറ്റും. ഇതിലപ്പുറം ഞങ്ങളെ കൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇനി ഒന്ന് പഠിക്കാൻ മനസ്സ് വെച്ചാൽ മാത്രം മതി. മനസ്സ് വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, സാറേ ഇതൊന്ന് ഞാൻ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുള്ളത്. കെമിസ്ട്രിക്ക് 60-ൽ താഴെ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം.